അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18 ചൊവ്വാഴ്ച. വയനാട് പുനരധിവാസത്തിനായി ടൗൺഷിപ്പിനു വേണ്ടി ആദ്യം ഏറ്റെടുക്കുന്നത് എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കുമെന്ന് റിപ്പോർട്ട്. ഗുണഭോക്താക്കളുടെ എണ്ണം കണക്കാക്കിയാണ് തീരുമാനം. ഗുണഭോക്തൃ പട്ടിക എത്രയും പെട്ടെന്ന് അന്തിമമാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായത്. പുനരധിവാസം വേഗത്തിലാക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം. ശശി തരൂർ MPയുടെ ലേഖനവുമായി ബന്ധപ്പെട്ട് ഇനി വിവാദം വേണ്ടെന്നും വിഷയം അടഞ്ഞ അധ്യായമായി കാണാനാണ് കോൺഗ്രസിന് താൽപര്യമെന്നും KC വേണുഗോപാൽ. ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തരൂർ എഴുതിയതെന്നും ശരിയായ ഡാറ്റ കിട്ടിയാൽ നിലപാട് മാറ്റും എന്ന് തരൂർ പറഞ്ഞിട്ടുണ്ടെന്നും അത് മുഖവിലക്കെടുക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും KC വേണുഗോപാൽ അവകാശപ്പെട്ടു. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തതെന്നും ഭരണഘടനാ പദവി വഹിച്ച ആൾക്കെതിരെയാണ് കേസെടുത്തതെന്നും ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്നും അതിനാൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കൂവെന്നും കോടതി നിർദ്ദേശിച്ചു. പാതിവില തട്ടിപ്പിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പങ്ക് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് കോൺഗ്രസ്. സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേരിലാണെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിന്റെ രേഖകളും കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടു. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിൽ ED റെയ്ഡ്. കൊച്ചിയിൽ ലാലി വിൻസെന്റിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ ഓഫീസിലും ED പരിശോധന നടത്തിവരികയാണ്. തോന്നയ്ക്കൽ സായിഗ്രാമിലും അനന്തു കൃഷ്ണന്റെ ഇടുക്കി കോളപ്രയിലെ ഓഫീസിലും പരിശോധനയുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം EK നായനാരുടെ AI വീഡിയോ തയ്യാറാക്കി CPM. ഭരണ തുടർച്ചയെക്കുറിച്ചാണ് EK നായനാരുടെ AI വീഡിയോ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷമെന്നും ഇടതിന്റെ ജനകീയ അടിത്തറ എന്തെന്നും വ്യക്തമാക്കിയാണ് സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് EK നായനാർ അണികളെ ക്ഷണിക്കുന്നത്. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ വ്യക്തിവിവരങ്ങൾ ചോർത്തുന്നതാണെന്നും അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവുമാണെന്നും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. ഫെബ്രുവരിയിൽ നടത്താനിരുന്ന 8-9 ക്ലാസ്സിലെ ചില പരീക്ഷകൾ മാർച്ചിലേക്ക് മാറ്റിയതായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിറങ്ങി. ക്ലാസുകൾ പൂർത്തിയാക്കും മുൻപേ പരീക്ഷ നടത്തുന്നതിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പരീക്ഷകൾ മാർച്ചിലേക്ക് മാറ്റിയത്. അമ്മ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹി ജയൻ ചേർത്തല ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഫിലിം ചേംബേഴ്സ് ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് ആരോപിച്ചു. അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സാമ്പത്തിക സഹായം നൽകിയിട്ടില്ലെന്നും ധൈര്യമുണ്ടെങ്കിൽ ജയൻ ചേർത്തല അമ്മയുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. ജയൻ ചേർത്തല മറ്റു പലരും ഇറക്കിവിടുന്ന വെറും നേർച്ചക്കോഴി മാത്രമാണെന്നും സജി നന്ദ്യാട്ട് പരിഹസിച്ചു. ആരോപണങ്ങൾക്ക് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയൻ ചേർത്തലയ്ക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച് 10 മാസം കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങിയില്ല. കൊലപാതക സാധ്യതയെക്കുറിച്ചടക്കം അന്വേഷണം തുടരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും ഉണ്ടായില്ല. ഹോസ്റ്റൽ മുറിയിൽ സിദ്ധാർത്ഥ് നേരിടേണ്ടി വന്ന അതിക്രൂരമായ ആക്രമണം നിരത്തിയാണ് CBI ദില്ലൈ സ്പെഷ്യൽ യൂണിറ്റ് എറണാകുളം CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്.
അതേസമയം കുറ്റവാളികളായ വിദ്യാർത്ഥികളിൽ ചിലരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നതടക്കമുള്ള ആരോപണം കുടുംബം ആവർത്തിക്കുന്നു. CPM വയനാട് ജില്ലാ കമ്മിറ്റി അംഗം AN പ്രഭാകരന്റെ വിവാദ പരാമർശത്തിൽ പനമരം പോലീസ് കേസെടുക്കില്ല. SC/ST ആക്ട് കേസിൽ നിലനിൽക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം കിട്ടി. കേസെടുക്കാൻ കഴിയില്ല എന്ന് പരാതിക്കാരിയായ പനമരം പഞ്ചായത്ത് പ്രസിഡന്റിന് പോലീസ് റിപ്പോർട്ട് നൽകും. മുസ്ലിം വനിതയെ മാറ്റി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കിയതിൽ ലീഗ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും എന്നായിരുന്നു പരാമർശം. കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഗ്രേഡ് ASI ഷെഫീർ ബാബു മുമ്പും തട്ടിപ്പ് നടത്തിയതായി പരാതി. ചാഴൂരിൽ അടിപിടി കേസിൽപ്പെട്ടയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി 18 ഗ്രാം നവരത്ന മോതിരം കവർച്ച ചെയ്തതായാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. കർണാടക സ്പീക്കറുടെ ബന്ധുവീട്ടിൽ ED ചമഞ്ഞാണ് റെയ്ഡ് നടത്തിയതെങ്കിൽ ചാഴൂരിലെ വീട്ടിൽ പോലീസ് സംഘമായി എത്തിയാണ് റെയ്ഡ് നടത്തിയത്. വയനാട് തലപ്പുഴയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് ഒരാഴ്ച അവധി നൽകി. ഒരാഴ്ച പഠനം ഓൺലൈനിൽ നടത്തുമെന്നാണ് അറിയിപ്പ്. കോളേജ് ഹോസ്റ്റലുകളിലും തലപ്പുഴയിലെ സ്വകാര്യ ഹോസ്റ്റലുകളിലും കഴിയുന്ന വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന കാർട്ടൂണിന്റെ പേരിൽ തമിഴ്നാട്ടിലെ വികടൻ വാരികയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി BJP. മോദിയെ പരിഹസിച്ചുള്ള കാർട്ടൂൺ പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയെന്നാണ് BJPയുടെ ആരോപണം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോൾ കനകരാജാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ബംഗളൂരുവിൽ ചൂട് കൂടിയതിനാൽ കുടിവെള്ളം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ 5000 രൂപ പിഴ ചുമത്തുമെന്ന് ബംഗളൂരു വാട്ടർ സപ്ലൈ ബോർഡ് അറിയിച്ചു. നിയമലംഘകർക്ക് 5000 രൂപ പിഴയും കുറ്റം ആവർത്തിച്ചാൽ പ്രതിദിനം 500 രൂപ അധിക പിഴയും നൽകുമെന്ന് ബോർഡ് മുന്നറിയിപ്പ് നൽകി. ബംഗളൂരു ബന്നാർഘട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു. നിലമ്പൂർ സ്വദേശി അർഷ് P ബഷീർ, കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഹൂബ് എന്നിവരാണ് മരിച്ചത്. മരിച്ച അർഷ് P ബഷീർ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ PM ബഷീറിന്റെ മകനാണ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ തന്റെ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എക്സിക്യൂട്ടീവിന്റെ ഇടപെടൽ പാടില്ലെന്നാണ് BR അംബേദ്കർ വിഭാവനം ചെയ്തതെന്നും സുപ്രീംകോടതി നടപടികൾക്ക് വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനമെന്നും അദ്ദേഹം പറഞ്ഞു. വിയോജനക്കുറിപ്പ് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് 2025 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബംഗളൂരുവിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തിന്റെ സെമി കണ്ടക്ടർ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒഡീഷയിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി സർവകലാശാല ക്യാമ്പസിൽ വിദേശ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നേപ്പാളിൽ നിന്നുള്ള BTech വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയും അധികൃതരുടെ അലംഭാവവും ആരോപിച്ച് പ്രതിഷേധിച്ച് നേപ്പാൾ പൗരന്മാരായ മറ്റ് വിദ്യാർത്ഥികളെ അധികൃതർ ബലമായി ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിട്ടു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒഡീഷയിലേക്ക് 2 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി നേപ്പാൾ എംബസി അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ചാർധാം യാത്ര ഏപ്രിൽ 30 ആരംഭിക്കും. ഗംഗോത്രി, യമുനോത്രി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ തുറക്കുന്നതോടെയാണ് യാത്രയ്ക്ക് തുടക്കമാവുക. ബദരീനാഥിന്റെ വാതിലുകൾ മെയ് 4 രാവിലെ 6 മണിക്ക് തുറക്കും. കേദാർനാഥ് ധാമിന്റെ വാതിലുകൾ തുറക്കുന്ന തീയതി മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 പ്രഖ്യാപിക്കും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ശക്തിപ്രകടനമാക്കാനൊരുങ്ങി BJP. വ്യാഴാഴ്ച വൈകിട്ട് രാംലീല മൈതാനത്താണ് ചടങ്ങ്. നിയമസഭാ കക്ഷിയോഗം നാളെ ചേർന്ന് മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി തീരുമാനിക്കും. NDA ഭരിക്കുന്ന 20 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 50 സിനിമാ താരങ്ങളടക്കം സെലിബ്രിറ്റികൾക്കും ക്ഷണമുണ്ട്. ചടങ്ങിന് ശേഷം മ്യൂസിക് ഷോയും ഉണ്ടാകും എന്നാണ് വിവരം.
റെയിൽവേ സ്റ്റേഷനുകളിലെ തിക്കും തിരക്കും കുറയ്ക്കാൻ പുതിയ സംവിധാനം ഒരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ഹോൾഡിംഗ് ഏരിയ സജ്ജമാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. ശനിയാഴ്ച ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും 18ഓളം യാത്രക്കാർ മരിക്കാനിടയായ ദാരുണ സംഭവത്തിന് പിന്നാലെയാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. അശ്ലീല പരാമർശത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ എടുത്ത കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന രൺവീർ അലബാദിയയുടെ ഹർജിയിൽ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. എന്തുതരം പരാമർശമാണ് നടത്തിയതെന്നും അപലപനീയമായ പെരുമാറ്റമെന്നും കോടതി നിരീക്ഷിച്ചു. മാതാപിതാക്കളെ അപമാനിച്ചുവെന്നും മനസ്സിലെ വൃത്തികേടാണ് പുറത്തുവന്നതെന്നും അതിനാൽ എന്തിന് അനുകൂല തീരുമാനം എടുക്കണമെന്നും കോടതി ചോദിച്ചു. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് കോസ്റ്ററീക്ക. മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള 200 കുടിയേറ്റക്കാരെ ബുധനാഴ്ച അമേരിക്ക വാണിജ്യ വിമാനത്തിൽ കോസ്റ്ററീക്കയിലെത്തിക്കും. ഇവരെ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന നീക്കത്തിന് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് കോസ്റ്ററീക്ക പ്രസിഡൻഷ്യൽ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.